ഹായ്, നമ്മളിന്നൊരു യാത്ര പുറപ്പെടുകയാണ്. നമ്മളിപ്പോൾ രാജസ്ഥാൻ വഴി ഉദയ്പൂർ വന്ന് അവിടുന്ന് ഡൽഹിയിലെത്തി. ഇവിടെ നിന്ന് നമ്മൾ പഞ്ചാബിലെ ധുരിയിലേക്ക് പോവാണ്. ധുരിയിൽ ആണ് ശരിക്കും ഏഷ്യയിലെ ഏറ്റവും വലിയ റൈസ് ബ്രാൻ ഓയിൽ മാനുഫാക്ചറിങ് കമ്പനി. 10-25 വർഷമായിട്ട് അവിടെ നിലനിൽക്കുന്ന ഒരു ഫാക്ടറി കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത്. ഈ യാത്ര നമ്മൾ തുടങ്ങുന്നത് ഡൽഹിയിൽ നിന്നാണ്. രാവിലെ 7:10 ഇവിടെ നിന്നുള്ള ട്രെയിനിലാണ് നമ്മൾ പുറപ്പെടുന്നത്. ഈ ട്രെയിന് 11:15 കൂടി നമുക്ക് ധുരിയിലെത്തും. ഈ ട്രെയിനിൽ ശരിക്കും കയറി നമ്മൾ ഇരുന്ന് ഏതാനും സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ട്രെയിൻ പോകുന്നത് ശരിക്കും ഒരു പാടത്തിന്റെ നടുവിലൂടെ തന്നെയാണെന്ന് പറയാൻ പറ്റും. കാരണം കംപ്ലീറ്റ് 10,000-കണക്കിന് ഏക്കർ വിശാലമായ നെൽപ്പാടങ്ങളാണ് നമ്മൾ ഈ പഞ്ചാബിലെ ധുരിയിലേക്കുള്ള യാത്രയിൽ നമുക്ക് കാണാൻ പറ്റുക. ശരിക്കും നമ്മൾ കേരളത്തിലൊക്കെ 10, 20, 30 വർഷം മുമ്പ് നമുക്ക് ഇങ്ങനത്തെ പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പുതിയ തലമുറ ഇപ്പൊ ശരിക്കും നെല്ലുണ്ടാവുന്ന മരമൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ രീതിയിൽ നമ്മുടെ നാട് ഒരു മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്നും ഇന്ത്യയുടെ നെല്ലറയായിട്ട് പഞ്ചാബ് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഈ ഒരു ട്രെയിൻ യാത്രയിൽ ശരിക്കും നോക്കുന്ന സമയത്ത് നമുക്ക് പാടങ്ങൾ മാത്രമേ കാണാറുള്ളൂ. ആ പാടങ്ങളിലൂടെയാണ് നമ്മൾ ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്രയിൽ നമുക്ക് നെല്ലിന്റെയും തവിടിന്റെയും നെല്ലുണക്കുന്നതൊക്കെ വലിയ വലിയ ഏരിയകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ധുരിയിലേക്കുള്ള ഈ വഴിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ തവിടെല്ലാം അങ്ങനെ കൂട്ടിയിരിക്കുകയാണ്. നമ്മളിപ്പം ഇവിടെ ഈ യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും ഈ നെല്ലറകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന തവിടിന്റെ ഒരു 10% പോലും റൈസ് ബ്രാൻ ഓയിൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല ഇപ്പൊ പോലും. അപ്പോൾ ഇനിയും ഒരുപാട് സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും ഫാക്ടറിയിലെ കാഴ്ചകളെല്ലാം കാണാം. ഫാക്ടറിയിൽ നിന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പമുള്ള മുഴുവൻ മലയാളികളാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കഴിഞ്ഞൊരു 10 വർഷത്തോളമായി എണ്ണ കുടിക്കുകയും പാചകത്തിന് ഉപയോഗിക്കുകയും ശരീരത്തിൽ തേക്കുകയും നിരവധി ജീവിതാനുഭവങ്ങളുള്ള ആളുകളാണ് ഈ ഗ്രൂപ്പിലുള്ളത്. നമ്മളോടൊപ്പം ഒരുപാട് ജീവിതശൈലി രോഗങ്ങളൊക്കെ മാറിയ ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇതിൻ്റെ ഒരു ഫാക്ടറി കാണുക എന്നുള്ളത്. ആ ഫാക്ടറിയിലേക്ക് നമ്മളിപ്പോൾ എത്തി. ഇതിൻ്റെ എല്ലാ പ്രോസസ്സും നമ്മളിപ്പോൾ കണ്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. തവിട് വന്ന് അതിനെ 7 സ്റ്റെപ്പുകളിലൂടെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ എണ്ണ എടുക്കുന്നത്, പാക്ക് ചെയ്തത്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഒറിജിനൽ കണ്ടന്റ്, അതിൽ നമുക്ക് ഒരുപാട് സന്തോഷകരം 1400ഓളം ഒറിജിനലുള്ള ഏറ്റവും നല്ലൊരു റൈസ് ബ്രാൻ ഓയിൽ നമ്മുടെ RCM ത്രൂ ഹെൽത്ത് കാർഡ് എന്നുള്ള പേരിൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. എന്തായാലും 20 ml നിരവധി ആളുകൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, ഇതിൻ്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇനി നമ്മുടെ നാട്ടിൽ മറ്റുള്ള ആളുകളിലേക്കും നമ്മളിവിടെ വന്ന് കണ്ടതോടുകൂടി അവരുടെ ജീവിതത്തിലും ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും നമുക്ക് കൂടുതൽ ഇതിൻ്റെ സെക്ഷനുകളിലേക്കും ഇതിൻ്റെ വീഡിയോ പ്രസൻറ്റേഷനും കാര്യങ്ങളിലേക്കും നമുക്ക് കടക്കാം. AP ഓർഗാനിക്കൽ എന്ന് പറയുന്ന ഈ കമ്പനിയിൽ പഞ്ചാബിൽ നമ്മൾ വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച, കുന്നോളം ഇതുപോലുള്ള 100 കണക്കിന് ഉയരത്തിൽ കൂട്ടിയിട്ട തവിടും ഉമിയും തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നേരിട്ട് ഇവിടുന്ന് ഓയിൽ ഇതിൻ്റെ ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞ് കിട്ടുന്ന തവിടെണ്ണ നേരിട്ട് കയ്യിലെടുക്കാനും കുടിക്കാനുള്ളൊരു ഭാഗ്യം ഈ കമ്പനിയിൽ വന്ന് നമുക്കുണ്ടായി. 110% വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ, നേരത്തെ നമുക്ക് വിശ്വാസമുണ്ട്, RCM പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, എന്നാൽ 110%, 200% വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഈ തവിടുന്ന് ബ്രാൻ ഓയിൽ കിട്ടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന സാക്ഷികളാണ് നമ്മളൊക്കെ എന്ന് ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യുകയാണ്. ഒരുപടി ആളുകൾ
ഈ കാര്യത്തിൽ ഡൗട്ട്. അതിന് മാത്രം തവിടെവിടെ, അതിന് മാത്രം ഉമിയെവിടെ, അതിന് മാത്രം ഓയിൽ ഡ്രൈ ആയി കിടക്കുന്ന തവിടിൽ നിന്ന് എങ്ങനെ ഓയിൽ കിട്ടാനാ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ഒരുപടി ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഞാൻ സാക്ഷി, അല്ലെങ്കിൽ RCM നമ്മൾ സാക്ഷി. നിങ്ങളോട് പറയുകയാണ് 100% ഇതൊരു സത്യമാണ്. ഇതിന്റെ എല്ലാ പ്രോസസ്സും 7 സ്റ്റെപ്പുകളിലൂടെ ഈ എണ്ണ ഫിസിക്കലി റിഫൈൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫാക്ടറി കാഴ്ചകളിലേക്ക് കടക്കാം. रोल प्रिंटिंग हो रहा है, प्रिंटिंग फॉर प्रिंटिंग. ഇതിനുള്ളത് എണ്ണ ഫില്ലാവണം, എണ്ണ ഇവിടുന്ന് ഫില്ലാവാം. ഇതേ ഫിൽ करते हैं. ഒരു കാലി പാക്കറ്റിൽ എണ്ണ കയറി നിറയെ കാണുന്നു. ഇവിടെ എണ്ണ കയറി നിറയണ കാണാം. Which pipe? Where from the oil comes? In this pipe, blue pipe. आपने चल किया बटर की है जो सील है ना, इसको ठंडा करने के लिए, ठंडा करने के लिए, इसको सील ठंडा करने के लिए. बहुत हॉट है ये पाइप से आते हैं तेल. हाँ वाटर है. तेल किधर से आता है? नहीं लगी हुई है ये वाली. अंदर पाइप है. ठीक है ठीक है ठीक है. इसके अंदर पाइप है. उल्लान पाइप तो इधर से ऊपर से आते हैं. ऊपर से ये ആ ഇരുമ്പുള്ള പൈപ്പിലൂടെ എണ്ണ താഴേക്ക് വരുന്നു. എന്നിട്ട് അടിയിൽ പ്ലാസ്റ്റിക്കിൽ പാക്കിങ് ക്ലോസ് ചെയ്യും, എണ്ണ നിറയും, കട്ട് ചെയ്യും, എന്നിട്ട് അതും പാക്കിംഗ് ആവും. മേലെ ഈ പൈപ്പിലൂടെ എണ്ണ ഇതിൽ നിറയും, ഈ താഴേക്ക് ഇറങ്ങുമ്പോൾ കട്ട് ചെയ്ത് ഇതിൻ്റെ അടിയിൽ പാക്കിംഗ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ പിന്നെ സ്ഥാപനത്തിലുള്ള എംപ്ലോയീസ് എല്ലാം നല്ല സപ്പോർട്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നതിലൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലാബുകളുണ്ട്. ഇതിന് HACCP സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. നമുക്ക് ഈ ഫാക്ടറിയുടെ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ ഫാക്ടറി കണ്ട സമയത്ത് നമ്മൾ മനസ്സിലാക്കിയത് ഏതാണ്ട് 9.9, അതായത് 10 കിലോയിൽ താഴെ റൈസ് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഗം ഇതെല്ലാം പാർട്ടെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇതിനകത്ത് എണ്ണ എടുക്കുന്നത്. അപ്പോൾ ഒരു 10 കിലോയിൽ താഴെ പിന്നെ റൈസ് ബ്രാൻഡിൽ നിന്ന് നമുക്ക് 1 ലിറ്റർ എണ്ണ കിട്ടുമെന്നാണ് ഇവിടുന്ന് ഇപ്പോൾ ഫാക്ടറിയിൽ നമുക്ക് പഠിക്കാൻ പറ്റിയത്. ഈ ഫാക്ടറിക്ക് ഇന്ന് ശരിക്കും നോക്കൂ പിന്നെ ഒരുപാട് 9ഓളം നാഷണൽ അവാർഡുകൾ ഈ ഒരു ഫാക്ടറിയും ഈ പ്രോസസ്സിനൊക്കെ ഇവിടെ നമ്മളിപ്പോൾ നേടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ വേൾഡിലെ ഏതാണ്ട് 20ഓളം രാജ്യങ്ങളിലേക്ക്, കാനഡ, USA പോലുള്ള 20ഓളം രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് റൈസ് ബ്രാൻ ഓയിൽ മാനുഫാക്ചർ ചെയ്ത്